ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അയൽക്കാരന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അവിടെ പാഞ്ഞെത്തുകയും വേണ്ട സഹായങ്ങൾ നൽകുന്നതിലും യാതൊരു മടിയും കാണിക്കാറില്ല. ശ്രീലങ്കയിലെ ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് ഇന്ത്യ നൽകിയ സഹായങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി $450 മില്യൺ സമഗ്ര സഹായ പാക്കേജ് ഇന്ത്യ നിർദ്ദേശിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു. പ്രതിസന്ധിയോടുള്ള ഇന്ത്യയുടെ ദ്രുത പ്രതികരണമായ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ കീഴിലുള്ള അടിയന്തര മാനുഷിക ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ദൂതനായി കൊളംബോയിൽ സംസാരിച്ച ജയശങ്കർ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അയൽക്കാരനോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊന്നിപ്പറയുകയും ചെയ്തു. നമ്മുടെ ആദ്യ പ്രതികരണ റോഡിൽ കെട്ടിടങ്ങൾ കൈമാറിയതായും ശ്രീലങ്കയ്ക്ക് $450 മില്യൺ പുനർനിർമ്മാണ പാക്കേജ് വാഗ്ദാനം ചെയ്തതായും പ്രധാനമന്ത്രി മോദിയുടെ കത്ത് പറഞ്ഞു.